നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 36 ശ്ലോകം 10-11. താദോ ജീവനകൃനൃപാലകകുലം ത്രിസപ്തകൃത്വോ ജയൻ സന്ദർപ്യാധ സമന്ത പഞ്ചകമഹാരക്തഹ്രദൗഘേ പിതॄൻ യജ്ഞേക്ഷ്മാമപി കാശ്യപാദിഷു ദിശൻ സാല്വേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈഃ ധ്യാതേഷ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സുവക്ഷേപണാദ് ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താത ഉജ്ജീവനകൃത് നൃപാലക കുലം. താതോജ്ജീവനകൃനൃപാലക കുലം ത്രിസപ്തകൃത്വഃ ത്രിസപ്തകൃത്വോ ജയൻ സന്തർപ്യ അഥ സന്തർപ്യാഥ സമന്ത പഞ്ചക മഹാരക്ത ഹൃദൗഘേ സമന്ത പഞ്ചക മഹാരക്ത ഹൃദൗഘേ പിതॄൻ യജ്ഞേ ക്ഷ്മാം പ്ലസ് അപി ക്ഷ്മാമപി കാശ്യപ ആദിഷു കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണഃ അമും നിഹനിഷ്യതി ഇതി കൃഷ്ണോ മും നിഹനിഷ്യതീതി ശമിതഃ യുദ്ധാത് കുമാരൈഃ ഭവാൻ ന്യസ്യ അസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി ന്യസ്യാസ്ത്രാണി ന്യസ്യ പ്ലസ് അസ്ത്രാണി ന്യസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി തപഃ തന്വൻ തപസ്തന്വൻ പുനഃ മജ്ജിതാം പുനർമജ്ജിതാം ഗോകർണ അവധി ഗോകർണാവധി സാഗരേണ ധരണി ദൃഷ്ട്വാ അർത്ഥിതഃ താപസൈഃ ധ്യാത ഇശ്വാസ ധൃത അനല അസ്ത്ര ചകിതം ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവ ക്ഷേപണാത് ഉത്സാര്യ ഉദ്ധൃത കേരളഃ സ്രുവക്ഷേപണാദുത്സാര്യോദ്ധൃത കേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷ മാം. പദങ്ങൾ. ഹരേ കൃഷ്ണ. പരശുരാമനോട് ഇന്നും അദ്ഭുതமான കൃത്യങ്ങളെയാക്കും അടുത്ത ശ്ലോകത്തിലെയും ചൊല്ലറ. ഭവാൻ താതോജീവനകൃത് നൃപാലകുലം ത്രിസപ്തകൃത്വഃ ജയൻ. അപ്പാവത്തിരിപ്പിയും ജീവൻ വെച്ചാര പുനഃ ജീവനകൃത് തിരുപ്പി ജീവൻ ഉണ്ടാക്കി വെച്ച് നൃപാലകുലം ത്രിസപ്തകൃത്വഃ ജയൻ. ഇത് രാജവംശത്തെ പൂര ത്രിസപ്ത
3 × 7 3 × 7 21 വട്ടം ഉന്മൂലനം ചെയ്താരാം. അഥ സമന്ത പഞ്ചക മഹാരക്ത ഹൃദൗഘൗ പിതൃൻ സന്ദർഭ്യ. അതുക്കപ്പുറം സമന്ത പഞ്ചകത്തില് ഇപ്പോഴത്തെ ഗുജറാത്തും കിട്ടൊക്കെ ആയിട്ട് വരും. എന്താ ക്ഷത്രിയന്മാരെല്ലാം ഇത് പണിന് അന്ത രക്തത്തെ വെച്ച് ഒരു പിതൃതർപ്പണം വേണമെന്നാണ്. യജ്ഞേക്ഷ്മാം അപി കാശ്യപാദിഷു ദിശൻ. അത് കഴിഞ്ഞ് എന്താ ഭൂമിയെല്ലാം എല്ലാ രാജാക്കന്മാരെയും വന്നു വെച്ചാൽ അന്ത ഭൂമിയെല്ലാം കിടക്കുമേ ഇവർക്ക്. അന്ത ഭൂമിയെ പൂര ദാനം മണ്ണറാരം സമ്പത്തെല്ലാം കാശ്യപാദികൾക്കെല്ലാം സമ്പത്ത് മണ്ണറാരം. അതുക്കപ്പുറം സാൽവേന യുദ്ധൻ സാൽവൻ കൂടെ യുദ്ധം മണറാർ. പുനഃ കൃഷ്ണ അനു നിഹനിഷ്യതി ഇതി കുമാരൈഹി യുദ്ധാദേശമിത. അതുക്കപ്പുറം സനത്കുമാരാദികൾ ചൊല്ലറാർ ശ്രീകൃഷ്ണനാക്കും സാൽവന വധം മണ്ണുവർ അപ്പടിന്ന് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇവരന്ത യുദ്ധത്തിലേക്ക് പിന്നാടി വന്നാര്. സാൽവനോട് യുദ്ധം ഭാഗവതത്തിൽ പറഞ്ഞില്ലേ, എനിക്ക് ഭട്ടത്തിരി ചൊല്ലിയിരിക്കാനാണ്. ഇപ്പം നമ്മൾക്ക് തോന്നും ഭഗവാനോട് അംശാവതാരമാക്കും പരശുരാമൻ എന്നെല്ലാം ചൊല്ലുക, നമ്മൾ ദശാവതാരങ്ങളിലെ പരശുരാമനെ ചൊല്ലുക. അപ്പടിയെല്ലാം ഉള്ള ഭഗവാനോട് എന്ത് അംശാവതാരം ഏനിപ്പിടി നിറയെ യുദ്ധം മണ്ണറ ക്ഷത്രിയ ഗുണമാർക്ക്. ആന ഒരു അപ്പാക്കും അമ്മയും എന്ത് സത്വികമാന ഋഷികളാക്കും. ജമദഗ്നി മഹർഷി എപ്പിടി വന്നത് നല്ല നമ്മൾക്ക് തോന്നില്ല. അപ്പം അതൊക്കെ ഉണ്ടാന കാരണം എന്നെ ചൊല്ലുന്ന ചന്ദ്രവംശത്തില് പുരൂരവസ് ഊർവശീല 6 വഴന്തകളുണ്ടാവും. ശ്രുതായ സത്യായുസ രയൻ വിജയൻ ജയനെല്ലാം ചൊല്ലിയിട്ട് ആയുസ്. അപ്പൊ അതില് അന്ത പരമ്പരയില് വന്നതാക്കുന്ന കുശാമ്പു. കുശാമ്പുവോട് പുത്രൻ ഗാധി. എന്താ ഗാധിക്ക് സത്യവതി ചൊല്ലിയിട്ട് ഒരു പൊൺകുഴന്ത മാത്രം ഉണ്ടായിരുന്നത്. അപ്പൊ എന്താ ഗാധി വന്ന് அந்த கொட்டாரத்தில் அந்த ராஜகுமாரியெல்லாம் வச்சு அது வளர்ந்து வர. அப்படி இருக்கிறத ഭാർഗവ വംശത്തിലെ ഋജീകൻ അപ്പടിന്നൊരു ഋഷി അവരിരിക്കെ പോയിട്ട് എന്താ കുശാമ്പൂട്ട ചൊല്ലുവർ ഗാദിയിട്ട ചൊല്ലുവർ ഉങ്ങളോട് പുത്രിയെ എനിക്ക് വിവാഹം പണിത്തരണം. ഒരു ഋഷിക്ക് വന്ന് എന്താ അവളോട് നിത്യകർമാനുഷ്ഠാനങ്ങളെല്ലാം പണ്ണണം. അഗ്നി ഇരിക്കും ആത്തിലെ ദിനം അന്ത അഗ്നിയെ പരിപാലനം പണ്ണ ഇവാൾക്ക് എങ്കിയാவது വെളിയിൽ പോണെന്ന ആത്തിൽ അഗ്നി പരിപാലനം പണ്ണുന്ന അവർക്ക് ഒരു ധർമ്മപത്നി വേണം. അതുക്കാ വേണ്ടി എനിക്ക് ഉങ്ങളോട് പൊണ്ണ കല്യാണം പണിത്തരണം. ഇവർ പാപ്പർ ഗാധി രാജകുമാരിയേക്കും ഇവരന ഋഷിയേക്കും മാട്ടേന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഇവരിക്കെ വല്ല ശാപവും മണ്ണിനാനാ നമുക്ക് അത് കഷ്ടமாக പോകും. ഇപ്പം എപ്പോഴും ഇതിലെന്ത് വെളിയിലെ വെറുതെ നനച്ചെന്താ അവർ ചൊല്ലുക. എങ്ങൾക്ക് എന്താ കുശിക വംശക്കാരാൾക്കെല്ലാം ഒരു ഇതുണ്ട്, സമ്പ്രദായമുണ്ട്. നാങ്കൾ പൊങ്കള കന്യകാദാനം പണി കൊടുക്കണമാനാന എങ്ങൾക്ക് എന്നാவது ശുൽക്കം തരണം. എന്താ സ്ത്രീധനം ഇതിൽ ചൊല്ലുന്നേ അതേമാതിരി. അത് സ്ത്രീധനം തന്നെ സ്ത്രീയെ കൊടുക്കപ്പെട്ട ധനമല്ല. സ്ത്രീയെ കൊടുക്കണമാന അവൾക്ക് ഏതാവും ധനം കൊടുത്തിട്ട് വേണം സ്ത്രീയെ കന്യകാദാനമായി വാങ്ങിക്കരുത്. അപ്പൊ അതൊക്കെ എനിക്ക് എന്നെ വേണമെന്നാ ഒരു കാത് കറുത്തതും മീതിയിരിക്കപ്പെട്ട ഉടമ്പ് പൂര ചന്ദ്രനമാതിരി വെളുത്തിരിക്കപ്പെട്ടതുமான 1000 കുതിരകളെ തരണം. அப்படி தந்தானா நான் என்னோட பொண்ணை கல்யாணம் பண்ணி தரேன். അതെന്നുവെച്ചാൽ എപ്പിടി കടയ്ക്ക് പോகிறது ഒരു കാത് മാത്രം കറുത്തിരിക്കണം, ബാക്കിയെല്ലാം വെളുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അതും 1000 എണ്ണം ഒരേമാതിരി വേണം. നടക്കാതെ വിഷയം ഇവരിതിലെന്ത് പിന്നാടി മാറിയിടുവർ അപ്പടി നനച്ചത് അപ്പടി ഒരു കണ്ടീഷൻ വെച്ചാൽ അങ്ങനെ ഇവർ ഋജീകൻ എന്നെ പണിയായിരുന്നു. അവർ തപസ്വിയായിരുന്നു. അവരിക്ക് നേരെ അവരോട് തപശക്തി എന്നാല് വരുണലോകത്തേക്ക് പോരാ. കുതിരകളോടെല്ലാം ദേവൻ ചൊല്ലപ്പെട്ടത് വരുണനാക്കും. വരുണലോകത്തേക്ക് പോയിട്ട് വരുണൻ്റെ കേപ്പർ എനിക്ക് 1000 കുതിര വേണം.
അതെപ്പടിയെന്നാ ഒരു കാത് മാത്രം കറുത്തിരിക്കണം, മീതിയെല്ലാം വെളുത്തിരിക്കപ്പെട്ട 1000 കുതിര വേണം. ഉടനെ വരുണൻ അതെ കൊടുക്കറാർ. അതെ കൊണ്ടുവന്ന് ഗാദിയിട്ട് കൊടുത്തോടനെ ഗാദിക്ക് ഇനി ഒന്നും ചൊല്ല വഴിയില്ലേ. കണ്ടീഷൻ ഇവർ ഇത് പണി വെച്ച് കന്യാദാനം പണി കൊടുക്കണം. കന്യാദാനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് ഇവർ സത്യവതി കൂടെ എന്താ രാജധാനിയിലേതാ കൊഞ്ചം നാളേക്ക് ഇരിക്കാം. அப்படி இருக்கிற സമയത്തിൽ കാർത്താലിൽ അവരോട് നിത്യകർമാനുഷ്ഠാനങ്ങളെല്ലാം പണ്ണുവർ. 3 വേളയും കുളിച്ച് പ്രാതസന്ധ്യാവന്ദനം, മാധ്യാനികം, സായസന്ധ്യാവന്ദനം 3 മണ്ണർത്തുക്ക് മുന്നാടി അതാത് വേളയിലെ കുളിച്ച് അന്തമാരിയെല്ലാം ചെയ്യപ്പെട്ട രൊമ്പ ചിട്ടയോടെ ഇരിക്കാൻ. ഇപ്പോൾ ഒരു നാളേക്ക് സത്യവതി പോയി ചൊല്ലുവാൻ, എനിക്ക് നല്ലൊരു ശ്രേഷ്ഠനാന പുത്രനുണ്ടാകർത്തക്ക് നിങ്ങൾ അനുഗ്രഹം വണ്ണില്ല. ഉടനെ സത്യവതിയോട് അമ്മാവും പോയി കേൾപ്പോൾ, എനക്കും വേണം ഒരു പുത്രൻ, ഒരേ ഒരു പൊണ്ണ് തന്നെ ഇരിക്കുക. പൊണ്ണെ തന്നെ ഇപ്പോൾ റിജികന് കല്യാണം പണി കൊടുത്തിരിക്കുക. ഞങ്ങളോട് രാജ്യം ഭരിക്കരുതുക്കാக എനിക്കൊരു പുത്രൻ വേണം അപ്പടിന്ന് ചൊല്ലും. ശരി ചൊല്ലൂരവർ. അവരുടനെ എന്താ ഇതെല്ലാം കഴിഞ്ഞ് അവരോട് പ്രാതസന്ധ്യാവന്ദനം, കർമാനുഷ്ഠാനങ്ങളെല്ലാം ഒടിഞ്ഞ് ഹവിസ വെച്ചത് അതിൽ മന്ത്രം ജപിപ്പർ. മന്ത്രം ജപിച്ച് തന്നോട് പത്നിയാന സത്യവതിക്ക് പുത്രനുണ്ടാകർത്തതും മന്ത്രം ജപിച്ച് വെച്ചിരിപ്പർ. പത്നി മാതാക്ക് തനിയാ മന്ത്രം ജപിച്ച് അതും ഹവിസ വെച്ചിരിപ്പർ. എന്നിട്ട് അടുത്ത ഇത് മാധ്യാനത്തേക്ക് മുന്നാടി പോയി കുളിച്ചിട്ട് വന്നാക്കും മാധ്യാനം. പതുക്കെ കിളമ്പി പുറത്തേക്ക് മുന്നാടി ചൊല്ലുക, നീരിക്ക് ഇത് ഒനക്കുള്ളതാക്കും സത്യവതി, നീ ചാപ്പിട്. ഇതൊങ്ക അമ്മാക്കുള്ളതാക്കും, ഇതൊങ്ക അമ്മാക്ക് കൂട്. മാറ്റി ചാപ്പിടാതെ അപ്പടിന്ന് പ്രത്യേകമായി എടുത്ത് ചൊല്ലി കൊടുത്തിട്ട് പോകാം. അത് കഴിഞ്ഞ് അത് സത്യവതി അമ്മാവക്ക് ഉപ്പിട്ടിട്ട് ഇതാ മന്ത്രം ജപിച്ച് തന്നിരിക്കാൻ. 2 പേർക്കും പുത്രന്മാരുണ്ടാകത്തുക്കാക അപ്പടിന്ന് ചൊല്ലി കൊടുക്കരുത്തേ. അമ്മ ചൊല്ലു, അതേ സത്യവതി, നിങ്ങൾ ഇനി കൊഞ്ഞം കഴിഞ്ഞാൽ കാട്ടിലെല്ലാം ഇരിക്കപ്പോകൾ. അപ്പോൾ ഉങ്ങൾക്ക് അന്തമാതിരി ശ്രേഷ്ഠமான പുത്രനൊന്നും വേണമെന്നൊന്നുമില്ലേ. ആനാ എനിക്ക് എന്താ ഇത് പണ്ണർത്തുക്കാൻ വേണ്ടി, ഇത് രാജ്യത്തെ ഭരിക്കർത്തുക്ക് നല്ലൊരു സത്പുത്രൻ വേണം. എന്നാലും ഒനക്ക് എപ്പോഴും ജപിക്കരുത്, കൊണ്ടാട്ടിക്ക് വല്ലത്തെ നല്ലതാ ജപിച്ചു വെച്ചിരിപ്പൻ. എന്നാലും എനിക്ക് ജപിച്ചത് എനിക്ക് ജപിച്ചത് നീ എടുത്തുക്കോ അപ്പടിന്ന് വരും. ശരി ചൊല്ലിയിട്ട് ഇവൾ സത്യവതി മാറ്റി കൊടുത്തു. പിന്നെ അവർ ചൊല്ലിയിട്ട് പോയിരുവൻ മാറ്റി ചാപ്പിടാതെ ചൊല്ലിയിട്ട് പോയിരുപ്പോൾ അപ്പടി കേട്ട് അമ്മ കേട്ടപ്പോൾ മാറ്റി കൊടുത്തു. മാറ്റി കൊടുത്തതും അവർ ഇത് കഴിഞ്ഞ് തിരുമ്പി വന്ന ഉടനെ സത്യവതിയോട് നോത്ത പാത്ത ഉടനെ കേപ്പർ ഒന്നീരിക്കെ മാറ്റി ചാപ്പിട്ടായില്ല ഞാൻ ജപിച്ച എന്താ ഹവിസ് അപ്പടിന്ന് കേൾപ്പ. അപ്പോൾ സത്യവതി അപ്പടിയും ഭയന്ന് വീഴുള്ളൂ. എന്നോട് അത് ആർക്കും തിരികേക്ക് ഞാൻ ചെയ്തേ, ഇവരിപ്പടി ഒന്ന് കേൾക്കറ തുക്കി വാരി പോടുന്നതാണ്. അപ്പടിയെ ചൊല്ലുക, നീ പെരിയ തപ്പ് പണ്ണിനായി ക്ഷാത്ര തേജസ് ഉള്ള ഒരു ഇതാക്കും മന്ത്രം ജപിച്ചാക്കും അമ്മാക്ക് വെച്ചിരുന്നേ. അത് നീ ചാപ്പിട്ടിരിക്കായി പൊന്നോട് പുള്ളൈ വന്ന് രൊമ്പ ക്ഷത്രിയ തേജസ്സിരിക്കും ക്രൂരനായിരിക്കും അപ്പടി നല്ല ചൊല്ലത്തെ. ഉടനെ സത്യവതി വിഴുന്ന് നമസ്കാരം പണ്ണു. തപ്പ് പണിവിട്ടേന് എന്നെ മാപ്പ് പണ്ണം, ഇതൊക്കെ എന്നെ പ്രതിവിധി എന്നെല്ലാം ചൊല്ലി രൊമ്പ അഴത്തെ. ശരി, എന്നോട് അമ്മാക്ക് വന്ന് ബ്രഹ്മജ്ഞാനിயான ഒരു പുത്രനാക്കും ഉണ്ടാവർ അപ്പടിന്ന് വലിയ ചൊല്ലും. ഓനക്ക് വേണം ഒരു കാര്യം വേണ്ട, എന്നോട് പുത്രൻ ഇതേമാതിരി ആയിരിക്കും. അന പൗത്രൻ, പുത്രനക്ക് ഉണ്ടാകപ്പെട്ട പുത്രൻ ബ്രഹ്മക്ഷാത്ര തേജസ്സിരിപ്പൻ അപ്പടിന്ന് വലിയ ചൊല്ലാം. അപ്പടി എന്താ ഋജീകനക്കും സത്യവതിക്കും ഉണ്ടാകപ്പെട്ട പുത്രൻ ജമദഗ്നി. ജമദഗ്നി വന്ന് ഇത് ജമദഗ്നി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യവതി വന്ന് കൗശികി നദിയാ പുണ്യ നദിയാ മാറിയിട്ടാന്ന് പറഞ്ഞത്. ജമദഗ്നി രേണുകാക്കുണ്ടാന 5 പുത്രന്മാരാക്കും. മുതൽ പുത്രൻ വസുമതൻ എന്ന പേരുണ്ട്. ഇപ്പോൾ 5 പുത്രന്മാർ. അതിലെ കടശി പുത്രന ഭാർഗവരാമൻ ഇല്ലാട്ട പരശുരാമൻ ഉണ്ടാകാർ. അത് 4 ആക്കും രാമർക്ക് എന്താണ് ക്ഷാത്ര തേജസ്. എന്താ അമ്മാവോട് പുത്രൻ പിന്നീട് വിശ്വാമിത്രനായിട്ട് മാറുവൻ.
രാജഋഷി എന്നല്ലോ ചൊല്ലുക വിശ്വാമിത്രന്. അതൊക്കെ പിന്നാടിയുള്ള കഥ. ഇനി ഭൃഗുപതേ വാദേശ ത്വം അസ്ത്രാണി ന്യസ്യ പരശുരാമനാന ഹേ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ നാം പരശുരാമനും ശ്രീരാമനും ബലരാമനും എല്ലാമായിട്ട് വരപ്പെട്ട എന്താ ഗുരുവായൂരപ്പൻ താൻ നിങ്ങളിരിക്കെ ഭഗവാനെ നിങ്ങൾ അസ്ത്രാണി ന്യസ്യ ആയുധന്യാസം ആയുധങ്ങളെല്ലാം വെച്ച് ന്യസ്യം മണ്ണി മഹേന്ദ്രഭൃതി തപഹ തന്വൻ മഹേന്ദ്രപർവ്വതത്തിൽ തമസ്ത അനുഷ്ഠിക്കപ്പെട്ടവനാக அப்படி இருக்கிற சமயத்தில் புனக கோகர்ணாவதி சாகரேண மஜ்ஜிதாம் தரணீம் ദൃഷ്ട്വാ താപസൈഹി അർത്ഥിതഃ. அந்த മഹേന്ദ്ര പർവ്വതത്തിലേന്ത് തന്നോട് കയ്യിലിരിക്കപ്പെട്ട പരശുരാമൻ മഴുവെറിഞ്ഞ് കടൽ മാറി കരയായത് കേരളം ജില്ലുവല്ല. அந்த கோகர்ண வரைக்குமுள்ள சமுத்திரத்தில் முங்கியிருந்த அந்த பூமியை தாபசாளுக்காக வேண்டி தாபசாளெல்லாம் சொல்கிறேன் எங்களுக்கு நிம்மதியாக உட்காந்து தபஸ் பண்ணுறதுக்கு ஒரு இடம் வேணும் அப்படின்னு கேட்டപ്പോൾ തന്നെ அந்த பூமியை വീണ്ടും എടുത്ത് இங்கே தபஸ் பண்ணுறதுக்காக கொடுக்குறான். அது വാസയോഗ്യമാനതല്ല ശരിക്കും തപസ്സുക്കാന സ്ഥലമാക്കും കേരള ഭൂമി. അതിനാലേ നിറയെ സർപ്പക്കാവുകളും ഇങ്ങനെ പരശുരാമ ക്ഷേത്രമായിട്ടെല്ലാം തിരിയും. പരശുരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ധാരാളം നമ്മോടിന്ന് കേരളത്തിൽ കാണണം. ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാത്. ധ്യാനിച്ച് തന്നോട് വില്ലില് അഗ്നേയ മഹാസ്ത്രത്തെ വിട്ട് സമുദ്രത്തിട്ടേന്ത് അത് സ്രുവത്ത് എറിഞ്ച് அந்த கடலை നീക്കി എടുത്ത ഉത്സാര്യ ഉദ്ധൃത കേരള. அந்த കടലങ്ങത് മാറ്റി കേരളത്തെ ഉദ്ധരിച്ച മാം സംരക്ഷ. അപ്പടിയുള്ള ഭഗവാനെ പരശുരാമമൂർത്തിയാവந்த ഹേ ഗുരുവായൂരപ്പ എന്നെയും സംരക്ഷിക്കണമേ அப்படின்னு சொல்கிறோம். இந்த பரசுராமர் கேரளத்தை எடுத்தாருங்கிறது ஸ்ரீமத் பாகவதத்தில் இல்லை. ஆனால் பட்டதிரி கேரளத்தில் இருக்கப்பட்டவரானால அந்த கேரளம் எப்படி வந்ததுங்கிறது சொல்லணுங்கிறதுக்காக பிரம்மாண்ட புராணத்தில் இருக்குது இந்த கதை. இந்த பிரம்மாண்ட புராணத்தில் இருக்கப்பட்ட அந்த கதையை எடுத்து இந்த நாராயணீயத்தில் ചേർത്ത്. ഹരേ കൃഷ്ണ.